സ്വാമി ശരണം. എല്ലാവർക്കും നമസ്കാരം. കേരളമാകെ മണ്ഡലവ്രതകാലത്തിൻ്റെ തിരക്കിലാണിപ്പോൾ. എവിടെ നോക്കിയാലും കറുപ്പണിഞ്ഞ് ഇരുമുടിക്കെട്ടേന്തി ശബരിമല ലക്ഷ്യമാക്കി നീങ്ങുന്ന അയ്യപ്പ ഭക്തർ, അതല്ലെങ്കിൽ സ്വാമി ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവർ, ഇങ്ങനെ റോഡുകൾ, ക്ഷേത്രങ്ങൾ ഒക്കെ അയ്യപ്പ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വ്രതാനുഷ്ഠാനത്തോടെയുള്ള ഈ യാത്രയിൽ യാത്രാമധ്യേയുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളും സന്ദർശിക്കുക എന്ന ഒരു പതിവുമുണ്ട് അയ്യപ്പ ഭക്തർക്ക്. കോട്ടയം ശിവക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ്. കോട്ടയത്തെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തരും തിരുനക്കര തേവരെ തൊഴുത്, ഏറ്റുമാനൂരപ്പനെ കണ്ട്, കടുത്തുരുത്തി മഹാദേവരെ തൊഴുത്, അങ്ങനെയാണ് അവരുടെ യാത്ര പുരോഗമിക്കുന്നത്. ഈ യാത്രയിൽ ശബരിമലയിലേക്ക് പോകുമ്പോഴോ തിരിച്ചെത്തുമ്പോഴോ ഒക്കെ കടപ്പാട്ടൂരെത്തി കടപ്പാട്ടൂരപ്പനെ വണങ്ങുവാനും എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കോട്ടയത്ത് നിന്നും 27 കിലോമീറ്റർ ദൂരത്ത് പാലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മീനച്ചിലാറിൻ്റെ തീരത്ത്. പാല ടൗണിൽ നിന്നും ഒരു 3 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. ഈ ക്ഷേത്രം ഒരുപാട് പഴക്കമുള്ളതല്ല. 1960 ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ ക്ഷേത്രത്തിനുള്ളിലെ മുഖ്യപ്രതിഷ്ഠയായ മഹേശ്വരൻ ശ്രീ പരമേശ്വര വിഗ്രഹത്തിന് 1000-ഓളം വർഷം പഴക്കമുണ്ട് താനും. പണ്ട് ഗൗന മഹർഷി ആരാധിച്ചിരുന്ന, പൂജ ചെയ്തിരുന്ന വിഗ്രഹമാണിത്. അന്ന് മഹർഷി ഇവിടെ ആശ്രമത്തിൽ താമസിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ അദ്ദേഹത്തിന് ഒരുപാട് സഹായം ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെ കടപ്പെട്ട ഊര് എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ ആദ്യത്തെ പേര്. പിന്നീടത് കടപ്പാട്ടൂർ എന്നായി മാറുകയാണ് ഉണ്ടായത്. ക്ഷേത്രം നിർമ്മിച്ചത് 1960, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം കണ്ടെത്തിയത് 1960 ജൂലൈ മാസം 14 എല്ലാ വർഷവും ജൂലൈ 14 വിഗ്രഹ ദർശന ദിനമായി ആഘോഷിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. ക്ഷേത്രവിഗ്രഹം കണ്ടെടുത്തത് 1960 ആ കാലവർഷക്കാലത്ത് പെരുമഴ വകവെക്കാതെ ഇവിടെ മഠത്തിൽ പാച്ചു നായർ എന്നൊരാൾ ഒരു അത്തിമരം വെട്ടിക്കൊണ്ടിരുന്നു. മരം വെട്ടി പകുതി കഴിഞ്ഞപ്പോഴേക്കും വിചാരിച്ചിരിക്കാതെ നേരെ എതിർദിശയിലേക്കാണ് മരം വീണത്. അങ്ങനെ ആ മരത്തിനുള്ളിലെ ഒരു പുത്തിൽ നിന്നാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ പരമേശ്വര വിഗ്രഹം കണ്ടെടുത്തത്. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ പിന്നീട് നിർമ്മിക്കപ്പെട്ടത്. വീണ്ടും 2006 ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടുകയുണ്ടായി. സ്വർണ്ണ താഴികക്കുടവും ചെമ്പുപാളികൾ പൊതിഞ്ഞ ശ്രീകോവിലുമൊക്കെയായി വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണിത്. ഉപദേവതമാരായി ഭഗവതി, നാഗരാജാവ്, അയ്യപ്പൻ, അങ്ങനെ ഗണപതി എല്ലാവരുമുണ്ട്. ഇവിടെ ശാസ്താനടയിൽ അയ്യപ്പന് മുന്നിൽ കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് പോകുവാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. കൂടാതെ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന അയ്യപ്പന്മാർ ഇവിടെ എത്തി മാല ഊരുന്ന ഒരു പതിവുമുണ്ട്. വളരെ സുന്ദരമായ ഒരു നിർമ്മാണ ശൈലി, ഒരു ഉത്തരേന്ത്യൻ നിർമ്മാണ ശൈലിയാണ് കൂടുതലും അവലംബിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എല്ലാ വർഷവും മീനമാസത്തിലാണ്. അശ്വതി നാളിൽ കൊടിയേറി 10 ദിവസമാണ് ഇവിടെ ഉത്സവം. കൂടാതെ വളരെ കെങ്കേമമായി ഇവിടെ ആഘോഷിച്ചു പോരുന്നുണ്ട്. 10-ാം ഉദയം ഏറെ വിശേഷമാണ്. വർഷം തോറും ആയില്യ പൂജയുണ്ട് കന്നിയിലും തുലാത്തിലും. കർക്കിടക മാസത്തിലെ വാവുബലിയും ഏറെ വിശേഷമാണ്. അങ്ങനെ ധാരാളം ഉത്സവങ്ങൾ ഉള്ള ഒരു ക്ഷേത്രവുമാണിത്. നിത്യേന അന്നദാനമുണ്ട്. അതുപോലെ അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ഒക്കെ വളരെ വിശാലമായ മൈതാനം, അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ ഈ കടപ്പാട്ടൂർ. ഈ മീനച്ചിലാറിൻ്റെ തീരത്ത് സുഖശീതളിമയുള്ള ഈ അന്തരീക്ഷത്തിൽ അങ്ങനെ സർവ്വ ഐശ്വര്യപ്രദായകനായി കടപ്പാട്ടൂർ അപ്പൻ.